ആ റിവ്യൂ ബോംബിംഗ് ഒന്നും വരാൻ സാധ്യതയില്ല. ഇത് ജസ്റ്റ് ഒരു എന്റർടൈൻ മൂവിയാണ്. ഭയങ്കര തീപ്പൊരിയായിരുന്നു. നല്ല എന്താ പറയാ, ക്യൂട്ടായിട്ട് നമുക്ക് കെട്ടിപ്പിടിച്ച് മുമ്പ് കൊടുക്കാൻ തോന്നില്ല. 2024 അടുത്ത സൂപ്പർ ഹിറ്റ് ഫിലിമാണ്. വർഷങ്ങൾക്ക് ശേഷം ധ്യാൻ പറഞ്ഞു ബേസിൽ അഭിനയം കണ്ടിട്ട് വിളിച്ചു എന്ന് പറഞ്ഞു. ധ്യാനുള്ള മറുപടി പറയേണ്ടതെന്ന് വെച്ചാൽ ഓഡിയൻസ് മറുപടി പറയും. ബേസിലെ തട്ട് താന്നിരിക്കും, ഒരു രക്ഷയില്ല ബേസിൽ. അങ്ങനെ വിപിൻ ദാസ് സംവിധാനം ചെയ്ത പൃഥ്വിരാജ്, ബേസിൽ ജോസഫ് തുടങ്ങി അഭിനയിക്കുന്ന ഗുരുവായൂർ അമ്പലം നടന്ന റിലീസാണ്. സിനിമയാണെന്ന് സിനിമ കണ്ട പ്രശ്നം ചോദിച്ചു നോക്കാം. നല്ല പടം, കോമഡി അടിപൊളി, ഫുൾ സിംഗിലുണ്ട്. സ്റ്റാർട്ടിങ് തൊട്ട് എൻ്റെ വരെ നല്ല കോമഡിയാണ്. അടിപൊളിയാണ്, സൂപ്പർ സിനിമയാണ്. മിക്കവാറും 2024 അടുത്ത സൂപ്പർ ഹിറ്റ് ഫിലിമാണ്. തീർച്ചയായിട്ടും, കാരണം ഫാമിലി ഓഡിയൻസിനും എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു ഫിലിമാണ്. അത്രയ്ക്ക് നല്ല ഫിലിമാണ്. ഒരു സമയം പൃഥ്വിരാജ്, ബേസിൽ എല്ലാ സകല ആൾക്കാരും എല്ലാവരും ഒന്നിനൊന്ന് വെച്ചാൽ കഥ, തിരക്കഥ എല്ലാം കൊണ്ടും നല്ല സിനിമ. നല്ല മൂവി ആയിട്ടുണ്ട്. ഭയങ്കര ഒഴുക്കുള്ളൊരു മൂവിയാണ്. ഭയങ്കര വലിയ സബ്ജക്റ്റ് ഒന്നുമില്ല, സിമ്പിൾ സബ്ജക്റ്റിൽ ഭയങ്കര സിമ്പിളായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലതായിട്ട് കോമഡി വർക്കൗട്ട് ആയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് നല്ല കോമഡി ആയിരുന്നു. അയ്യോ, ബേസിലായിട്ട് ഭയങ്കര തീപ്പൊരിയായിരുന്നു. നല്ല എന്താ പറയുക, ക്യൂട്ടായിട്ട് നമുക്ക് കെട്ടിപ്പിടിച്ച് മുമ്പ് കൊടുക്കാൻ തോന്നില്ല, അമ്മൊരു ക്യൂട്ടായിരുന്നു. പിന്നെ അനശ്വര ചേച്ചി ഭയങ്കര ക്യൂട്ടായിരുന്നു. ടോട്ടലി മൂവി കൊള്ളാം. മ്യൂസിക് ഭയങ്കര രസമുണ്ട്. മ്യൂസിക് ചെയ്തത് എനിക്ക് തോന്നുന്നു അൻകിത് മേനോനാണെന്ന് തോന്നുന്നു. ആ ചേട്ടൻ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ഇഷ്ടപ്പെടും. നമുക്ക് ലാസ്റ്റും ഫസ്റ്റൊക്കെ വരുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു വൈബ് ഉണ്ടല്ലോ, മൂവി കാണാൻ ഒരു വൈബ് ഉണ്ടാവും ആ മ്യൂസിക്കിൽ. അത്രയും പടം ഒരു രക്ഷയില്ല, അടിപൊളി പടം. അടിപൊളി പടം എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം എൻ്റർടൈനർ. എന്ന് വെച്ചാൽ ഒരു മിനിറ്റ് പോലും ഒരു കോമഡി പോലും ഫ്ലോ ആയിട്ടില്ല. എല്ലാം പക്ക നല്ല ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓഡിയൻസ് നല്ല ഇതായിട്ടുണ്ട്. പൃഥ്വിരാജും അതുപോലെ രാജുവേട്ടൻ്റെയും അതുപോലെ ബേസിലിൻ്റെയും അന്യായ സ്കോറിങ്, കിടിലൻ സ്കോറിങ്. ബേസിൽ ജോസഫ് ഒരു രക്ഷയില്ല. ബേസിൽ എന്ന ആക്ടറിൻ്റെ ഏറ്റവും ടോപ്പ് പീക്ക്, ഭയങ്കര കിടില അഭിനയം. വർഷങ്ങൾക്ക് ശേഷം ധ്യാൻ പറഞ്ഞു ബേസിൽ അഭിനയം കണ്ടിട്ട് വിളിച്ചു എന്ന് പറഞ്ഞു. ധ്യാനുള്ള മറുപടി പറയേണ്ടതെന്ന് വെച്ചാൽ ഓഡിയൻസ് മറുപടി പറയും. ബേസിലെ തട്ട് താന്നിരിക്കും, ഒരു രക്ഷയില്ല. ബേസിലാണ് ഇത് മൊത്തം ഓടിക്കുന്നത്, ഒരു രക്ഷയില്ല. ബേസിലിൻ്റെ കൗണ്ടേഴ്സും ഫുൾ സ്ട്രെച്ച് കോമഡി വമ്പൻ ഹിറ്റാണ്, സൂപ്പർ ഡൂപ്പർ ഹിറ്റാണ്. അതുപോലെ വെട്ടം, അതുപോലെ ഗോഡ് ഫാദർ, ആ മൂവീസിനൊക്കെ ശേഷം ഇത്രയും ഒരു ക്ലൈമാക്സ്, ഇത്രയും എല്ലാവരും കൂടെ ചേർത്ത് പിടിച്ച് എത്തിയൊരു ക്ലൈമാക്സ് വേറെ ഉണ്ടായിട്ടില്ല. വളരെ മനോഹരമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ ക്ലൈമാക്സ്, ഫുൾ ടൈം ചിരിക്കും, വമ്പൻ ഹിറ്റ്. എന്തായാലും 100 കോടി ഷുവറാണ്, 100 കോടി 100%. എന്താ ഇത്, അതെ ഇതിപ്പോൾ ഇത് യൂത്ത് മാത്രമല്ല, ഫാമിലി എല്ലാം കയറും. ഫസ്റ്റ് ഹാഫ് ഒക്കെ സൂപ്പറാണ്. സെക്കൻഡ് ഹാഫ് ഇച്ചിരി ആണെങ്കിലും ഒരു റെപ്പറ്റേറ്റീവ് ആവും. പക്ഷേ ഹ്യൂമറൊക്കെ ഫാമിലി ഓഡിയൻസിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. രാജുവേട്ടൻ സൂപ്പറായിട്ടുണ്ട്. ബേസിലും രാജുവേട്ടൻ്റെ കോമ്പിനേഷൻ സൂപ്പറാണ്. അനശ്വരയും ഇതൊക്കെ കൊള്ളാം. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സൂപ്പറാണ് അല്ലേ? ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ രാജുവേട്ടൻ പറയാൻ ഒന്നുമില്ലല്ലോ. പിന്നെ ഫാമിലി ഓഡിയൻസ് ഒക്കെ നല്ല ഇഷ്ടപ്പെടും. ചിലപ്പോൾ അടുത്ത ഹിറ്റാവുന്ന സിനിമ ആയിരിക്കും. ഒരു 50 നല്ലായിരുന്നു. പടം കിടിലോ, ഒരു രക്ഷയില്ല. ഒരു സൂപ്പർ തിരിച്ചുവരവെന്ന് പറയാം പൃഥ്വിരാജിൻ്റെ. ആടുജീവിതം ആൾക്കാർ ക്രിട്ടിക്കലി അത് ബെസ്റ്റായിരുന്നു. പക്ഷേ ബോക്സ് ഓഫീസിൽ അത് വലിയ വിജയം കൊയ്തു എന്നൊക്കെ പറയുന്നത്. എന്നാലും വലിയ ആൾക്കാരുടെ ഇടയിൽ ഇത് കാണാൻ വേണ്ടി ഒരു താല്പര്യം. പക്ഷേ ഒരു എൻ്റർടൈൻമെൻറ്റ് രീതിക്ക് പൃഥ്വിരാജ് ഒരു തിരിച്ചുവരവെന്ന് തന്നെ പറയാം. പിന്നെ ബേസിലും കൂടെ വന്നപ്പോൾ അത് നല്ലൊരു കോംബോ ആയി മാറി. വിപിൻ്റെ അറിയാമല്ലോ, ജെ അത് കഴിഞ്ഞ് വരുന്ന ഒരു മൂവിയാണ്. അതിൻ്റെ ഒരു ഫീലൊക്കെ പടത്തിൻ്റെ അകത്തുണ്ടായിരുന്നു. നല്ല എക്സൈറ്റ്മെൻറ്റ് മൂഡായിരുന്നു. ഒരിക്കലും ഒരു ബോറടി ഫീൽ ചെയ്തിട്ടില്ല. മറ്റേ അതെങ്ങനെ കണ്ടിരിക്കുന്നോ അതുപോലെ തന്നെ ഓരോ ആൾക്കാർ, ഇപ്പം യോഗി ബാബു ഉണ്ട്, പല ആൾക്കാരുണ്ട്, ജഗദീഷ് ചേട്ടൻ, ബാക്കി എല്ലാം. പിന്നെ ഒരു വല്ലാത്തൊരു ആംബിയൻസ് ആണ്. ക്ലൈമാക്സ് അടുപ്പിച്ച് വരുമ്പോൾ ഉണ്ടല്ലോ, വേറെ ലെവൽ ഫീലാണ്. അത്യാവശ്യം ഉണ്ട്. പുള്ളിക്കാരനൊക്കെ വന്നപ്പോൾ അത്യാവശ്യം ഗൂസ് ബംസ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ലെവലായിരുന്നു. എനിക്കെന്തായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ലൊരു വർക്കാണ്. തീർച്ചയായിട്ടും ഇത് 100 കോടി അടിക്കാൻ സാധ്യതയുള്ള പടം തന്നെയാണ് ഗുരുവായൂർ അമ്പലം നടന്നത്. ഇത് ഷുവറായിട്ട് 100 കോടി അടിക്കാൻ സാധ്യതയുള്ള മൂവിയാണ്. അതുപോലെ തന്നെ എന്താ പറയുക, ആ റിവ്യൂ ബോംബിംഗ് ഒന്നും വരാൻ സാധ്യതയില്ല. ഇത് ജസ്റ്റ് ഒരു എൻ്റർടൈൻ മൂവിയാണ്. കാരണം നമുക്ക് കണ്ടിരിക്കാൻ വേണ്ടി നല്ല സിനിമ വിജയിക്കുന്നുള്ള അർത്ഥം ഇത് തന്നെയാണല്ലോ. അത് ഇത് തന്നെയാണ്. കൂടുതൽ ഇതേ വരത്തുള്ളൂ സംഭവങ്ങൾ, അതിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ. എന്തായാലും എനിക്കിത് എന്തായാലും ഇഷ്ടപ്പെട്ടു, ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. ഫാമിലി ഓഡിയൻസ് എന്തായാലും കൈ നീട്ടി സ്വീകരിക്കും. നമ്മളൊരു ഗുരുവായൂർ അമ്പലം നടയിൽ ചെന്ന് പോയി ഒരു കല്യാണം കഴിഞ്ഞ് വന്ന ഒരു ഫീലായിരിക്കും പടം കണ്ട് ഇറങ്ങി. അടിപൊളി സിനിമ. ആ ഒരു വൈബും നല്ലൊരു കോമഡി പടമാണ്. ഇതില്ല, പക്ഷേ സിനിമ സെറ്റ്. സെക്കൻഡ് ഹാഫ് സെറ്റാണ്. ക്ലൈമാക്സ് വിഷയം. പൃഥ്വിരാജ് ലുക്കൊക്കെ ഉള്ള സെറ്റാണ്. ബേസിൽ പക്ക കോമഡി പടം. അല്ലാതെ എല്ലാവരും അഭിനയം കൊള്ളാം.